പശ്ചിമേഷ്യയിലെ ഗസ സിറ്റിയിൽ നിന്ന് ലക്ഷങ്ങൾ പലായനം നടത്തിക്കൊണ്ടിരിക്കെ ഇസ്രയേൽ ആക്രമണത്തിൽ ഹമാസ് വക്താവ് മരിച്ചു എന്ന രീതിയിൽ വാർത്തകൾ വരുന്നു. അതുപോലെ 80ഓളം പലസ്തീനികളും കൊല്ലപ്പെട്ടു എന്ന വാർത്തയുമുണ്ട്. പി പി ജെയിംസ് വീണ്ടും ചേരുന്നു. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ പി പി ജെയിംസ്. ഗസയിലേക്ക് ഒന്ന് പോയാലോ? യെസ്, തീർച്ചയായിട്ടും എസ് കെ എൻ. ഗസയിൽ നിന്ന് വരുന്ന വാർത്തകൾ വീണ്ടും നമ്മളെയൊക്കെ ദുഃഖിപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും കൂടുതൽ കൊല്ലപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് അവിടുന്ന് വരുന്ന വാർത്ത. പലസ്തീനികൾ 80ഓളം പേർ കൊല്ലപ്പെട്ടു. അതിൽ ഹമാസിൻ്റെ വക്താവ് അബു ഒബൈദ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് ഇന്നലെ ഇസ്രായേൽ പറഞ്ഞു. ഇതുവരെ ഹമാസും ഉണ്ടായിരിക്കുകയായിരുന്നു. ഹമാസ് അത് സ്ഥിരീകരിച്ചു. ഞങ്ങളുടെ പ്രമുഖനായിട്ടുള്ള വക്താവ് കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഹമാസിൻ്റെ മേധാവി കൊല്ലപ്പെട്ട കാര്യം പലപ്പോഴും അവർ പറയാൻ മടിച്ചിരുന്നു. മുഹമ്മദ് സിൻവാറിൻ്റെ കാര്യത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടോ ഇല്ലോ എന്നുള്ളത്, കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേൽ മെയ് മാസത്തിൽ തന്നെ പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോഴാണ് അവർ പറയുന്നത് അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ ഇതിൽ വലിയ സങ്കടപ്പെടുത്തുന്ന വാർത്ത എസ് കെ എൻ, ഗസ സിറ്റി ഏതാണ്ട് ഇസ്രായേൽ വളഞ്ഞ് നഖശികാന്തെന്ന് പറയാൻ പറ്റുമോ, തലങ്ങും വിലങ്ങും. മുകളിൽ നിന്ന് വ്യോമാക്രമണം, താഴെ നിന്ന് കരസേന ഇരച്ചു കയറുന്നു. ജനം ഇതുവരെ പുറത്തു പോവില്ല എന്ന് പറഞ്ഞ ജനങ്ങൾ വരെ പലായനം ചെയ്യുകയാണ്. 10 ലക്ഷം പേരുണ്ട് ഗസ സിറ്റി. ഗസ സിറ്റി പൂർണ്ണമായി പിടിക്കാനാണ് ഇസ്രായേൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ പലായനം ചെയ്യുന്നതിൻ്റെ റിപ്പോർട്ടുകളും ദൃശ്യങ്ങളുമാണ് പുറത്തു വരുന്നത്. നിരവധി പേർ കൊല്ലപ്പെടുന്നുണ്ട്. ഭക്ഷണത്തിന് കാത്തിരുന്ന 32 പേർ കൂടി വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നു. പട്ടിണി മരണം കൂടുന്നു. ഇപ്പം തന്നെ മരണസംഖ്യ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടവരുടെ സംഖ്യ 63,000 കഴിഞ്ഞ് 63,500 എത്തിയിരിക്കുന്നു. ഓരോ ദിവസവും 100 കണക്കിന് ആൾക്കാരാണ് കൊല്ലപ്പെടുന്നത്. കാരണം ഇത്രയും വലിയൊരു ഓൺസ്ലോട്ട് ആയതുകൊണ്ട് കൊല്ലപ്പെടുന്നവരുടെ സംഖ്യ നേരത്തെ 50-70 ആയിരുന്നത് ഇപ്പോൾ 80-100. ഇത് ഔദ്യോഗിക സ്ഥിരീകരണമാണ് നമ്മൾ 80 പറഞ്ഞത്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ കെട്ടിടങ്ങൾക്കിടയിൽപ്പെട്ട് നിരവധി പേർ കൊല്ലപ്പെടുന്നുണ്ട്. അതിനിടയിൽ വലിയ ഒരു സ്ട്രാറ്റജിക്കായിട്ടുള്ള ഒരു ഓപ്പറേഷൻ ഇസ്രായേൽ നടത്തുന്നത് വെസ്റ്റ് ബാങ്ക് പ്രദേശം, അധിനിവേശ വെസ്റ്റ് ബാങ്കിൻ്റെ പ്രദേശങ്ങൾ, രാമള്ള അടക്കമുള്ള പ്രദേശങ്ങളൊക്കെ പാലസ്തീൻ്റെ ഭാഗമാണെന്ന് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ പ്രദേശങ്ങളിലേക്കൊക്കെ ഇസ്രായേൽ സേന ഇരച്ചു കയറുകയാണ്. അവർ ആ പ്രദേശം പിടിച്ചടക്കാനുള്ള ആലോചനയിലാണ് എന്നുള്ള റിപ്പോർട്ട് കൂടി വരുന്നു. അതിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ ഗൾഫ് രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ പ്രതിഷേധിക്കുന്നുണ്ട്. വെസ്റ്റ് ബാങ്ക് പിടിക്കുന്നതിൻ്റെ കാരണമായിട്ട് അവർ പറയുന്നത് ഫ്രാൻസും UK-യും യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ പാലസ്തീൻ എന്ന രാജ്യത്തെ അംഗീകരിക്കാൻ പോകുന്നു ജനറൽ അസംബ്ലിയിൽ. ആ ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാനുള്ള അനുമതിയാണ് അമേരിക്ക പാലസ്തീൻ അതോറിറ്റിയുടെ പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസിന് തടഞ്ഞത്. കാരണം നിർണായകമായ തീരുമാനങ്ങൾ വരാനിരിക്കുന്നു. യൂറോപ്പ് ഏതാണ്ട് മൊത്തത്തോടെ ഇസ്രായേലിനെതിരെ മറ്റ് പാലസ്തീൻ അനുകൂലമായിട്ടുള്ള നിലപാടിലേക്ക് മാറുന്നതാണ് ഒരു പക്ഷേ വല്ലാതെ അമേരിക്കയും ഇസ്രായേലിനെയും പ്രകോപിപ്പിച്ചിട്ടുള്ളത്. ആ തരത്തിലുള്ള വലിയ ഇത് നടക്കുന്നതെന്ന് മാത്രമല്ല, ഹൂതികൾ തിരിച്ചടിക്കുമെന്നുള്ള പ്രഖ്യാപനം നടത്തി ചെങ്കടലിൽ ആക്രമണം നടത്തുന്നുണ്ട്. അവരുടെ പ്രധാനമന്ത്രി അടക്കം ഒരുപാട് മന്ത്രിസഭാംഗങ്ങൾ കൊല്ലപ്പെട്ടു. ഹെസ്ബുള്ളയുടെ നേതാക്കളൊക്കെ കൊല്ലപ്പെട്ട അതേ രീതിയിൽ, ഹമാസിൻ്റെ നേതാക്കൾ കൊല്ലപ്പെട്ട രീതിയിൽ അവർ കൊല്ലപ്പെട്ടു. ഒരുപക്ഷെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ തന്ത്രപരമായിട്ടുള്ള വിജയമാണ്. അവർക്കെതിരെ ഇറാൻ്റെ നേതൃത്വത്തിൽ ഹമാസും ഹെസ്ബുള്ളയും അതുപോലെ തന്നെ ഹൂതികളും നടത്തിയ ആക്രമണത്തെ, അതിൻ്റെ നേതൃത്വത്തെ മുഴുവൻ ഇല്ലായ്മ ചെയ്തു എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് അവകാശപ്പെടാം. പക്ഷേ അതിനിടയിൽ മരിച്ചു വീണത് ഇസ്രായേലി ബന്ദികളാണ്. 250 ബന്ദികളായി വെച്ചിരിക്കുന്നതിൽ 50 പേരെയാണ് എസ് കെ ഇനിയും തിരിച്ചു കിട്ടാനുള്ളത്. അതിൽ 30 പേര് മരിച്ചു കഴിഞ്ഞു, കൊല്ലപ്പെട്ട് കഴിഞ്ഞു. ഇനി 20 പേരും കൂടിയേ ഉള്ളൂ. അവരെ രക്ഷിക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. 2 ഡെഡ് ബോഡികൾ അല്ലെങ്കിൽ ഈ ബന്ദികളുടെ മൃതദേഹങ്ങൾ മാത്രമാണ് കണ്ടുകിട്ടിയത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൽ വലിയ പ്രതിഷേധം ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ നടക്കുന്നുണ്ട്. അമേരിക്ക മൗനം പാലിക്കുകയും ചെയ്യുന്നു. ഈ തരത്തിൽ യുദ്ധം കൂടുതൽ രൂക്ഷമാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.